ഈ ചോദ്യമല്ലേ സുരേഷ് ഗോപി ചോദിച്ചത്? ഒരക്ഷരം മിണ്ടിയില്ല. ജബൽപൂരിൽ മാത്രമാണോ? ഓർഗനൈസറിലെ ലേഖനം നമ്മൾ കണ്ടില്ലേ? മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനേക്കാൾ വലിയ സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ കത്തോലിക്കക്കാരാണ് എന്ന് ഓർഗനൈസറിൽ എഴുതിയത് നമ്മൾ വായിച്ചില്ലേ? അവസാനം വിവാദമായപ്പോൾ ലേഖനം പിൻവലിച്ചു. ലേഖനം പിൻവലിക്കാൻ സാധിക്കും, പക്ഷേ അവരുടെ മനസ്സിലിരിപ്പ് മായ്ച്ചു കളയാൻ സാധിക്കില്ല എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ലേ? ഇത് ഓർഗനൈസറിൽ മാത്രമാണോ? വിചാരധാര നമ്മൾ വായിച്ചിട്ടില്ലേ? എന്താ വിചാരധാര പറയുന്നത്? വിചാരധാരയിലെ 191 മുതൽ 206 വരെയുള്ള പേജുകൾ നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറയുന്നുണ്ട് ആഭ്യന്തര ശത്രുക്കൾ. ആരാ വിചാരധാര എഴുതിയത്? MS ഗോൾവാൾക്കർ. ആരാണ്? RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക്. എന്താ ഗോൾവാൾക്കർ പറയുന്നത്? ഇന്ത്യയിൽ വൈദേശിക ശത്രുക്കളെക്കാളും നമ്മൾ പേടിക്കേണ്ടത് ആന്തരിക ശത്രുക്കളെയാണ്. ആരാണ് ആന്തരിക ശത്രുക്കൾ? ആന്തരിക ശത്രുക്കൾ ഒന്നാമത്തവർ മുസ്ലിങ്ങൾ, രണ്ടാമത്തവർ ക്രൈസ്തവർ. മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ശത്രുക്കളായി വിചാരധാര എഴുതി വെച്ച പ്രത്യയശാസ്ത്രം കൊണ്ടു നടക്കുന്നവരാണ് ഗോൾവാൾക്കറിന്റെ പിൻഗാമികൾ. ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ച RSSകാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ ഗോൾവാൾക്കർ പിൻവലിക്കോ? നിങ്ങൾ ഗോൾവാൾക്കറുടെ വിചാരധാര പിൻവലിക്കോ? ഗോൾവാൾക്കർ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറാവോ? ചിലർ ചോദിക്കും, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും പിന്നാലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടില്ലേ? ശരിയാണ്, കമ്മ്യൂണിസ്റ്റുകളെ കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയാത്തത്? കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് രാജ്യത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളില്ല. ഇന്ന് നവമുതലാളിത്തം കൊണ്ടു നടക്കുന്ന, കമ്മ്യൂണിസത്തിന്റെ പേര് മാത്രം കൊണ്ട് നടക്കുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റുകൾ. മഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. PK ഫിറോസ് ആണ് ഇപ്പോൾ വേദിയിൽ സംസാരിക്കുന്നത്.